والصلاة والسلام على من لا نبي بعده. മുസ്നദ് അഹ്മദിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നക ലൻ തദഅ ലില്ലാഹി അസ്സ വജല്ല ശൈഅൻ, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന് വേണ്ടി നീ ഒരു കാര്യവും ഒഴിവാക്കുന്നില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഹറാമാക്കിയിട്ടുണ്ട്. ഹലാലുകളാണ് കൂടുതൽ, ഹലാലുകളാണ് ധാരാളമുള്ളത്, വളരെ കുറച്ചാണ് ഹറാമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെയും ഹറാമായ കാര്യങ്ങൾ, അത് നമ്മുടെ ഉപജീവനമാവാം, റിസ്ഖാവാം, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് നീ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഒഴിവാക്കുന്നത് എങ്കിൽ നീ അത് ഒഴിവാക്കുന്നില്ല. അള്ളാഹു അതിന് പകരമായി നീ ഒഴിവാക്കിയതിനേക്കാൾ ഉത്തമമായത് പകരം നൽകാതെ. ആ പകരം നൽകൽ നമ്മൾ ഒഴിവാക്കിയ ജിൻസിൽപ്പെട്ടത് തന്നെ ആവാം, അതല്ലാതെയും ആകാം. ഉദാഹരണത്തിന് പോലെ കള്ളൻ, അവൻ കളവ് നടത്തുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ അവനുള്ള റിസ്ക് അവൻ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു നൽകിയേക്കാം. അതുപോലെ തന്നെ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു ദിവസം അസ്ർ നിസ്കാരത്തിൽ നിന്ന് അതിവേഗത്തിൽ പായുന്ന തന്റെ കുതിരകൾ തെറ്റിച്ചു കളഞ്ഞു. അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാം അവരെ അറുത്തു, ആ കുതിരകൾ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. എന്താണ് ഉണ്ടായത്? അള്ളാഹു തആല പകരം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ കുതിരകളെക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യാൻ, സഞ്ചരിക്കാൻ സാധിക്കുന്ന കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇനി അതല്ലെങ്കിൽ അതേ ജിൻസിലല്ലാതെ ഒരുത്തന് ഒരു തിന്മ ഒഴിവാക്കിയതിന്റെ പേരിൽ, ഹറാം ഒഴിവാക്കിയതിന്റെ പേരിൽ അവന്റെ ഖൽബിൽ ഈമാനിന്റെ മാധുര്യം, അവന്റെ ഈമാനിൽ ദൃഢത, അള്ളാഹുമായിട്ടുള്ള അടുപ്പം, ഇതെല്ലാം നൽകിയേക്കാം. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് ഇവിടെ ഒരു ഹറാം ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയതിന്റെ പേരിൽ പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകും. അപ്പൊ ഏതൊരു ഹറാമ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിലും, നമുക്ക് എത്ര താല്പര്യമുള്ള ഒരു തിന്മയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി നാം അത് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു തആല നമുക്ക് പകരം നൽകും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. നമ്മളത് മനസ്സിലാക്കുക. നമുക്ക് ഹറാമുകളോട് താല്പര്യം തോന്നുമ്പോൾ അത് ഒഴിവാക്കാൻ ഈ ഹദീസ് ഒരു പ്രേരണയാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.